Hello guys. Welcome to Priyanka Prajeet Vlogs. Look at this. ഒരു പുലിയുണ്ട്. Mermaid and എന്തോ അത്? സഫീർ. ഞാൻ കഴിച്ചു. അല്ല ഞാൻ എന്നാ വേറെ എടുക്ക്. വേറെ ബാറ്ററി ഇല്ലേ? മാറ്റിയതായത്. അയ്യോ Hello guys. Today we are going to explore the Sip and Shop pop-up market in Kuwait. അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് കുവൈറ്റ് സാൽമയിലാണിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ കുവൈറ്റിലെ കുറച്ച് ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ എക്സിബിഷൻ ആണ്. അപ്പോൾ അവരെന്തൊക്കെയാണ് എക്സിബിറ്റ് ചെയ്തതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. ആൻഡ് യു ആർ വാച്ചിങ് പ്രിയങ്ക പ്രജീത് വ്ലോഗ്സ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ സിപ്പ് ആൻഡ് ഷോപ്പ് പോപ്പപ്പ് മാർക്കറ്റ്. ഈ പോപ്പപ്പ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒന്നുമില്ലാതെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യുന്ന മാർക്കറ്റ്സിനെ വിളിക്കുന്ന പേരാണ്. ലൈക്ക് മഷ്റൂംസ് പോപ്പിംഗ് ഔട്ട് ഫ്രം നോവേർ. നമ്മൾ ഈ കാണുന്ന പോപ്പപ്പ് മാർക്കറ്റിൽ 25+ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ആൻഡ് ഈച്ച് സ്റ്റോൾ വാസ് സിംപ്ലി ബ്യൂട്ടിഫുൾ. ആദ്യം തന്നെ കുസാമ എന്ന് പറയുന്ന ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് ടെറേറിയം ആൻഡ് ഇക്കോസ്ഫിയർസിന്റെ സ്റ്റോളാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. ഞങ്ങളും ഒരിക്കൽ ടെറേറിയം ഉണ്ടാക്കിയിരുന്നു. ടെറേറിയംസ് എന്ന് പറയുന്നത് ചെറിയൊരു ഇക്കോസിസ്റ്റം ആണല്ലോ. ഇക്കോസിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടെറേറിയം ചെറിയൊരു കരിങ്കണ്ണി വളർന്നു വന്നു. ഈ കരിങ്കണ്ണി എന്ന് പറഞ്ഞാൽ പഴുതാര അല്ലെങ്കിൽ എന്താ പറയാ, സെന്റിപ്പീഡ് എന്നൊക്കെ പറയില്ലേ, അതോടുകൂടി അത് ഡിസ്കാർഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞങ്ങളുടെ ഈ ടെറേറിയമിന്റെ ഫോട്ടോസും അതുപോലെ ഈ പ്രോബ്ലം ഒക്കെ പുള്ളിയോട് ഏട്ടൻ പറയുമായിരുന്നു. ഈ കാര്യം പറഞ്ഞപ്പോൾ ഹി സെഡ് ദാറ്റ് ഇറ്റ്സ് ഓൾ നോർമൽ ഓൺലി. പക്ഷേ ഇവരുടെ ടെറേറിയംസിൽ സെന്റിപ്പീഡ്സ് ഒന്നും ഉണ്ടാവില്ലെന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും ഞങ്ങൾക്ക് ആ റിസ്ക് എടുക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ കുസാമ സ്റ്റോളിൽ നിന്നും ഞങ്ങൾ നേരെ അടുത്ത സ്റ്റോളിലേക്ക് പോയി. സോ ഈ സെക്ഷനിൽ ഒത്തിരി പോസ്റ്റേഴ്സ് ഞങ്ങൾ കണ്ടു. ഈ സ്റ്റോളിലെ ആർട്ടിസ്റ്റ് ഫ്ലവേഴ്സിനെ ലോങ് ടൈമിലേക്ക് പ്രിസർവ് ചെയ്ത് അതുകൊണ്ടുള്ള ഓരോ ആർട്ട് ചെയ്യുന്ന ആളാണ്. ലൈക്ക് ഫ്ലവേഴ്സിനെ ഫ്രെയിം ചെയ്യുക, അതുപോലെ തന്നെ ഫ്ലവേഴ്സിനെ ഓർണമെന്റ്സിന്റെ രൂപത്തിൽ ആർട്ട് ചെയ്യുക. ഓർണമെന്റ്സ് ലൈക്ക് ചെയിൻ, ഇയറിംഗ്സ് എക്സെട്ര എക്സെട്ര. അടുത്തത് മാജിക് കപ്പിന്റെ സ്റ്റോൾ ആയിരുന്നു. ഇവർ ഒരു പോളിമർ ആർട്ടിസ്റ്റ് ആണ്. പോളിമർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ an artist who creates art using polymer clay. ഈ പോപ്പപ്പ് മാർക്കറ്റിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു എന്റർടൈൻമെന്റ്സും ഉണ്ടായിരുന്നു. He is Mr. യൂസഫ് മുഹമ്മദ്, a guitarist and multi-instrumentalist. എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിന്റെ സ്റ്റോൾ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഒത്തിരി ഹാൻഡ് ക്രാഫ്റ്റഡ് ഡോൾസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ട്രാൻക്വിലിറ്റി കുവൈറ്റിന്റെ സ്റ്റോൾ ആണ്. ഇവിടെ മൈക്രോവേവബിൾ അരോമ ഹീറ്റ് പാക്സ് ഉണ്ടായിരുന്നു. ഹീറ്റ് തെറാപ്പി പില്ലോസ് വിത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ലൈക്ക് ലാവൻഡർ ആൻഡ് റൈസ് വിച്ച് വിൽ എൻഹാൻസ് യുവർ സ്ലീപ്പ് ക്വാളിറ്റി, റിലാക്സേഷൻ ആൻഡ് വെൽബീങ്. ഇത് വാട്ടർ കളർ ആർട്ടിസ്റ്റ് ആയ ഫിലിപ്പ് ക്യാമ്പലിന്റെ സ്റ്റോൾ ആണ്. ആൻഡ് വി സോ മെനി ബ്യൂട്ടിഫുൾ പെയിന്റിംഗ്സ് ഹിയർ ആൻഡ് ദ പ്രൈസ് ഓഫ് 4 പെയിന്റിംഗ്സ് വാസ് 1 KD. ഇത് യാൺ എന്ന ടീമിന്റെ സ്റ്റോൾ ആണ്. ആൻഡ് ദേ മേക്ക് ക്രോഷേ പ്രോഡക്ട്സ് ലൈക്ക് ടോയ്സ്, ടീഷർട്സ് എക്സെട്ര. ഇത് ഡൈഗസ് പ്ലേസിന്റെ സ്റ്റോൾ ആണ്. ഇവിടെ ഒറിജിനൽ പേൾസ് ആൻഡ് അതർ പ്രഷ്യസ് സ്റ്റോൺസ് വെച്ചുള്ള മാലകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിരുന്നു. ആൻഡ് ഓൾ വെയർ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ്.
Next is a home decor brand called Ensco by Monica Kovrabias. ഇത് ആർട്ട് കാർഡ്സിന്റെയും ഫ്രിഡ്ജ് മാഗ്നറ്റ്സിന്റെയും ഒക്കെ സ്റ്റോളാണ്. ഇവരുടെ ഓൺ ഡിസൈൻ ആണ് ഈ കാണുന്നതൊക്കെ. She is Miss Tania Costa, an award-winning hat designer. അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി വെറൈറ്റി ഹാറ്റ്സും കാണാമായിരുന്നു. Next is an Indian artist gallery. She is Mrs. Swati Garg. She provides workshops and online classes here. This stall is from Scruptious and it's related to beauty, cosmetic and personal care. The Camel Museum എന്നൊരു ഡിസൈനറിന്റെ സ്റ്റോൾ ആണ് ഈ കാണുന്നത്. And they provide camel theme printed t-shirts and sweatshirts. അടുത്തത് M&M Handmade Kuwaiറ്റിന്റെ സ്റ്റോൾ ആണ്. They are into handcrafting colorful and cute yarn pieces which you can gift it to your friends. ഇത് LA സ്റ്റുഡിയോയുടെ സ്റ്റോൾ ആണ്. പെട്ടെന്ന് കാണുമ്പോൾ തോന്നും ഇതൊരു ഫ്ലോറിസ്ട്രി ആണെന്ന്. എന്നാൽ ഇതെല്ലാം എഡിബിൾ ആണ്. Zephyr എന്നൊരു കോക്കനട്ട് ബേസ് ക്രീം വെച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ അത്? Next stall is about luxury scented candles from the brand called Melt. These candles are handcrafted with natural wax and high grade fragrance oil. ഇവർക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗും ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ലെമൺ കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എന്തിനാണ് ഈ കാൻഡിൽസിനിടയിൽ ലെമൺസ് വെച്ചതെന്ന് കരുതി. പിന്നെയാണ് മനസ്സിലായത് അത് ലെമൺ അല്ല, ലെമൺ കാൻഡിൽസ് ആയിരുന്നു എന്ന്. അത്രയ്ക്കും ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു, പ്ലസ് ഫ്രേഗ്രൻസും. സോ ആ ലെമൺ മേലെ വിക്ക് കണ്ടപ്പോഴാണ് ഇതൊരു ലെമൺ അല്ല കാൻഡിൽ ആണെന്ന് മനസ്സിലായത്. ആ റാസ്ബെറിയുടെ സ്മെൽ ഒരു രക്ഷയുമില്ലായിരുന്നു കേട്ടോ. ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. അങ്ങനെ ആ കാൻഡിൽ മേടിക്കാമെന്ന് പ്ലാൻ ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് നേരത്തെ കണ്ട LA സ്റ്റുഡിയോയിലെ സെഫിർ ടോപ്പിംഗ് ഉള്ള കേക്കും പ്ലസ് മെൽറ്റിന്റെ ഈ ഒരു റാസ്ബെറി കാൻഡിലിനും കോംബോ ഓഫർ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് തന്നെ മേടിച്ചു. ഇനി ഈ ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രീവിയസ് വ്ലോഗ്, അതായത് മിറർ ഹൗസ് കുവൈറ്റ് എന്ന വ്ലോഗ് കണ്ടവർക്കറിയാം stones.kuwait എന്ന ജലീല മാമിന് ഒരു ബ്രാൻഡ് ഉണ്ടെന്ന്. ആ ബ്രാൻഡിലെ കളക്ഷനാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. റാഫിൾ വിൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഗിഫ്റ്റ് കിട്ടിയത് സർപ്പന്റൈൻ സ്റ്റോൺ ആയിരുന്നു. സോ അതുപോലത്തെ ഒത്തിരി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ് ഞങ്ങൾ അവിടെ കണ്ടു. അൺഎക്സ്പെക്റ്റഡ് ആയ ജലീല മാമിനെ ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. മാം ഞങ്ങളെ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്ന് കുറേ കഥയൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് നന്നായി ഞങ്ങൾ അന്ന് എൻജോയ് ചെയ്തു.
അടുത്ത സ്റ്റോൾ ഇസ് ഫ്രം Surprise ബ്രാൻഡ്. They provide organic skincare products for sensitive skin. ഇവരുടെ വിപ്ഡ് ഷിയ ബട്ടർ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു ആൻഡ് ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി അമേസിംഗ്. റിച്ച്, സ്മൂത്ത് ആൻഡ് ഡീപ്ലി മോയ്സ്ചറൈസിംഗ് ആയിരുന്നു. ഇൻഫ്യൂഷൻസ് കുവൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സ്റ്റോളാണ് ഈ കാണുന്നത്. ബേസിക്കലി നമ്മുടെ സാലഡ്സ്, ചിക്കൻ ഓർ സ്പിനാച്ചിൽ ഒരു ടാങ്കിനെസ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്പൈസ് ആണ് സുമാക് ആൻഡ് ഇറ്റ്സ് ഓൾസോ ആൻ എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് ഇൻ ട്രഡീഷണൽ മിഡിൽ ഈസ്റ്റേൺ സ്പൈസ് മിക്സസ്, എസ്പെഷ്യലി സാത്തർ. വാട്ട്സ് ഇറ്റ്? സാത്തർ എങ്ങനെയുണ്ട്? അവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഫാമിലിയിൽ സെഞ്ചുറീസ് ആയി ഈ സ്പൈസ് ഉണ്ടാക്കാറുണ്ടെന്നാണ്. ഇത് ലാക്കറോ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ സ്റ്റോളാണ്. ഒരു ഹാൻഡ് പ്രിന്റഡ് ടെക്സ്റ്റൈൽസ് ആണ് ഈ ലാക്കറോ ഡിസൈൻസ് എന്ന ബ്രാൻഡ്. ദ പ്രോഡക്ട്സ് ആർ ഓഫ് യുണീക് പീസസ് എൻഹാൻസിംഗ് ദ ബ്യൂട്ടി ഓഫ് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ്. ഹാപ്പി ഫൺ ആൻഡ് പ്ലേയുടെ സ്റ്റോൾ ആണ് ഈ കാണുന്നത്. ഈ പ്ലെയിൻ ക്ലേ ആർട്ടിൽ കിഡ്സിന് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പെയിന്റ് ചെയ്യാം. His name is Mr. Alai, who is a visual artist and creative entrepreneur based in Kuwait. He regularly conducts exhibitions, workshops, etc., showcasing his own and other artists' art. This is his wife, Mrs. Lena, and she was remarkably friendly and welcoming. This is Green Zone and is a Kuwaiti wellness brand specializing organic, locally sourced products including microgreens. Microgreens എന്ന് പറഞ്ഞാൽ യങ് ആൻഡ് എഡിബിൾ സീഡ്ലിങ്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഹെർബ്സ് എന്നാണ്. നമ്മൾ സാധാരണ കാണുന്ന ബ്രോക്കലീസ്, റാഡിഷ് ഒക്കെ മൈക്രോഗ്രീൻസ് ആക്കാം ആൻഡ് ഇറ്റ് ഇസ് വെരി ന്യൂട്രീഷ്യസ് ആൻഡ് ഹെൽത്തി. The next stall is about the brand called Row and Oak. They make curated modern farmers decors and natural home and body products. Home decors കൂടാതെ they sell hand blended essential oil blends, tasty sugared pecan nuts and cheese spreads. Cheese, thank you. അല്ല ഞാൻ നിങ്ങൾ ഈ ബ്രാൻഡ് കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ട 2 ഐറ്റംസ് ഞങ്ങൾ പറഞ്ഞു തരാം. ഒന്ന് ഇവിടുത്തെ ചീസ് ബ്രെഡും പിന്നെ ഈ ഷുഗർഡ് പീക്കാൻ നട്ട്സും. രണ്ടും അടിപൊളിയായിരുന്നു. So here comes our second purchase, sugared pecan nuts. ഈ കാണുന്നതെല്ലാം റോ ആൻഡ് ഓക്കിന്റെ പ്രോഡക്ട്സ് ആണ്. പെർഫ്യൂം സ്പ്രേസ്, എസെൻഷ്യൽ ഓയിൽ ബ്ലെൻഡ്സ് എക്സെട്ര. അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്ലേവർഫുൾ ബ്രാൻഡിന്റെ സ്റ്റോൾ ആണ്. ഹാവിംഗ് എ വെറൈറ്റി ഓഫ് ഹെൽത്തി ഫ്ലേവർഫുൾ ഗുഡീസ് ലൈക്ക് jalapeno sauce with an amazing strong flavor of grilled pineapple, habanero sauce, chipotle sauce, etc., etc. ഈ സ്റ്റോൾ മനാർ ആർട്ട് ഹൗസിന്റേതാണ്. മനാർ is an Egyptian artist living in Kuwait. ഹാൻഡ്മെയ്ഡ് ജ്വല്ലറീസ്, മഗ്സ്, കീ ചെയിൻ, ബുക്ക് മാർക്സ് ഇതൊക്കെയാണ് ഇവരുടെ പ്രോഡക്ട്സ്. ഇയറിംഗ്സിന്റെ പ്രൈസ് റേഞ്ച് അറൌണ്ട് 4KD to 6KD ആണ്. സെറ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് ചെയിൻ, ബ്രേസ്ലെറ്റ്, ഇയറിംഗ്സ് കോസ്റ്റ് അറൌണ്ട് 15KD. നോഗ ക്രോഷ്യ സ്റ്റോറിൻ്റെതാണ് അടുത്ത സ്റ്റോൾ. ഇതൊരു ഹാൻഡ് ക്രാഫ്റ്റഡ് ടോയ്സ് ഷോപ്പാണ്. ഈ പോപ്പപ്പ് മാർക്കറ്റിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ട ഐറ്റംസ് ക്രോഷ്യ ടോയ്സ്, ക്രോഷ്യ കീ ചെയിൻസ് ഒക്കെ ആയിരുന്നു. Next is the stall from the brand called Ready to Coffee, owned by Miss Tania Sasdowska.
ഇവരുടെ ഇൻസ്റ്റ അക്കൗണ്ട് നോക്കിയാൽ ഒത്തിരി ബ്യൂട്ടിഫുൾ കപ്സ് കാണാം, ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ആൻഡ് കസ്റ്റമൈസ് മഗ്സ് ടു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കപ്സ് നിങ്ങളുടെ തോട്ടിനനുസരിച്ച് ഡിസൈൻ ചെയ്യണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ഹർ ആൻഡ് ഷീ ഓൾസോ ക്രിയേറ്റ്സ് ബുക്ക് മാർക്സ്, കീ ചെയിൻസ് ടു വിത്ത് ഹർ ഓൺ പെയിന്റിംഗ്സ് ആൻഡ് ഡിസൈൻസ്. വീണ്ടും ഒരു ഹാൻഡ്മെയ്ഡ് ജ്വല്ലറി. ഇവിടെ ഈവിലൈ കളക്ഷൻ ആണ് കൂടുതലും ഞങ്ങൾ കണ്ടത്. Ink Lab is a creative studio based in Kuwait, blending art, design and craft. ഇവർക്ക് പ്രിന്റ് മേക്കിംഗ് സ്റ്റേഷൻ ഉണ്ട്, which is an artistic process of transferring images from a matrix onto another surface. അത് പേപ്പർ ആകാം അല്ലെങ്കിൽ ഫാബ്രിക്. സോ അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത്. തിരക്കിനിടയിലും ഷീ സ്റ്റാർട്ട് ഫോർ ഗിവിംഗ് us ടീ. ഞങ്ങളുടെ ഫേസിലെ ടയർഡ്നെസ് കണ്ടിട്ടാണോ എന്തോ, എന്തായാലും we loved it and we truly appreciated her kind gesture too. Thank you. We usually prefer it without sugar. Nice. Next is the stall from Cookies and Clay. ഇവിടെയും ഒരു ഹാൻഡ്മെയ്ഡ് പോളിമർ ക്ലേ ഇയറിംഗ്സ് കളക്ഷൻ ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ക്രാഫ്റ്റി മമ്മയുടെ സ്റ്റോൾ ആണ് ഈ കാണുന്നത്. പേര് പോലെ തന്നെ ഷീ ഈസ് എ മോം, ക്രാഫ്റ്റ് ലവർ, ആർട്ടിസ്റ്റ് ആൻഡ് ക്രോഷറ്റിയർ. എയോ അറ്റലിയുടേതാണ് അടുത്ത സ്റ്റോൾ. Ayo is a hybrid brand deeply rooted in France, made for its exquisite perfumes and sophisticated design, but the brand was born in Kuwait. ഇവരുടെ പ്രോഡക്ട്സ് വാക്സ് മെൽസ്, ഓയിൽ ബേണേഴ്സ്, ഡിഫ്യൂസേഴ്സ് ആൻഡ് കാൻഡിൽസ് ആണ്. ഈ സ്റ്റോളിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോളിന്റെ പേര് പോലെ തന്നെയാണ് ഇവിടുത്തെ ഐറ്റംസും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഐറ്റംസ് ആയ ജ്വല്ലറി ആവട്ടെ, അതല്ല കീ ചെയിൻ ആകട്ടെ, ബുക്ക് മാർക്സ് ആകട്ടെ, ഏത് ഐറ്റം എടുത്താലും അതിലൊരു നോട്ട് കാണാം. സോ അതുകൊണ്ട് ഈ ബ്രാൻഡിന്റെ പേര് MX Notes എന്നാണ്, which is quite interesting അല്ലേ? ഈ സ്റ്റോളിൽ ബ്ലിങ്ക് ദ കുവൈറ്റിന്റെ പ്രോഡക്ട്സ് ആണ് ഉള്ളത്. ഇവർ ഗ്ലാസും മിററും ഒക്കെ വെച്ചുള്ള ആർട്ടാണ് ചെയ്യുന്നത്. ഫങ്കി ആയിട്ടുള്ള ഗ്ലാസ് ടൈപ്പിലുള്ള സ്ട്രോ ആണ് ഈ കാണുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവന്റ് വൈൻഡ് അപ്പ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്ക് 1-2 സ്റ്റോൾസ് ഒക്കെ മിസ്സായി പോയി. നമ്മളിപ്പോൾ ഹാളിന്റെ പുറത്തിറങ്ങി. ഇവിടെയും കുറച്ച് ഫുഡ് ആൻഡ് ബുക്ക് സ്റ്റോൾസ് അറേഞ്ച് ചെയ്തിരുന്നു. എല്ലാം ക്ലോസ് ചെയ്തു തുടങ്ങി. ഇത് ബുക്സ് ഫോർ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ഫണ്ട് റേസിംഗിന്റെ സ്റ്റോളാണ്. നമുക്ക് ബുക്ക് ഇവിടെ ഡൊണേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ മേടിക്കാം. ഓൾ പ്രൊസീഡ്സ് ഓഫ് ദ സെയിൽസ് ഗോസ് ടു ചാരിറ്റി. ഏത് ബുക്ക് എടുത്താലും പ്രൈസ് 1 KD ആയിരുന്നു. ഞങ്ങളും ഒരു ബുക്ക് മേടിച്ചു. സന്ധ്യ മേനന്റെ വെൻ ഡിംപിൾ മെറ്റ് ഋഷി എന്ന ബുക്കാണ് മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും എന്താ പറയുക, എല്ലാ വ്ളോഗിന്റെ എൻഡിങ്ങിൽ കാണുന്നത് പോലെ കാറിന്റെ ഉള്ളിലെത്തി. സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു എൻഡിങ് നോട്ട് അവിടുന്ന് എടുക്കണം എന്ന് വിചാരിച്ചത്. പക്ഷെ ഈ എല്ലാ സ്റ്റോൾസിലും എല്ലാവരും ഭയങ്കര ജോവിയലായിരുന്നു. ഞങ്ങളോട് വന്ന് കുറെ കഥകളും വിശേഷങ്ങളും അവരുടെ ബിസിനസ്, അതല്ലാതെ കാഷ്വൽ ടോക്സ് ആയിരുന്നു അല്ലെ കൂടുതലും. നമ്മളിപ്പോ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ ഇന്ത്യന്റെ കുറെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോയി. സത്യം പറഞ്ഞാൽ അവസാനമുള്ള സ്റ്റോൾസ് ഒന്നും കാണിക്കാൻ പോലും പറ്റിയില്ല. എല്ലാവരും പിന്നെ വേഗം ക്ലോസ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പൊ അവിടുത്തെ ആ ഒരു ആംബിയൻസിൽ നിന്ന് ഒരു ക്ലോസിംഗ് നോട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ വീണ്ടും ബാക്ക് ടു ദ കാർ. പിന്നെ എക്സിബിഷൻ അടിപൊളി, നല്ലൊരു ഇത് പ്രോഗ്രാം ആയിരുന്നു. ഇന്ന് ശരിക്കും ഇത് കുവൈറ്റിലുള്ള ലോക്കൽ ആർട്ടിസ്റ്റുകൾ, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർ, അങ്ങനത്തെ ഉള്ള സ്മോൾ സ്കെയിൽ ബിസിനസ്, സ്മോൾ സ്കെയിലും മീഡിയം സ്കെയിലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ അവരുടെ പ്രോഡക്ട്സും അതിൻ്റെയൊക്കെ എക്സിബിഷൻ ആയിരുന്നു. അവരെല്ലാവരും ഇങ്ങനെ സ്റ്റാർട്ടപ്പ്
സ്റ്റാർട്ടപ്പ് കമ്പനീസും സ്റ്റാർട്ടപ്പ് ഇൻഡിവിജ്വൽസും ഒക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാവരും. അപ്പം അങ്ങനത്തെ നല്ലൊരു വൈബിങ് പ്രോഗ്രാം ആയിരുന്നു ശരിക്കും. അതെ, ഈവൻ ഈ ബുക്ക് മാർക്സ് അതുപോലെ അവരൊരു ക്രിയേറ്റീവ് വേയിൽ ചെയ്തിട്ട് അത് സെല് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് അവരവരുടെ ബിസിനസ് എൻഹാൻസ് ചെയ്യാം, അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ ആ ക്രിയേറ്റിവിറ്റി മാക്സിമം ലെവലിൽ അവർ എൻഹാൻസ് ചെയ്തിട്ടാണ് അവരവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നതാണ് തോന്നിയത്. അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പറ്റിയ സെറ്റപ്പാണ് ഈ കൈൻഡ് ഓഫ് പോപ്പപ്പ് മാർക്കറ്റ്സ്. സോ ഇവിടെ കുവൈറ്റിലുള്ളവരൊക്കെ മാക്സിമം ഇങ്ങനത്തെ പോപ്പപ്പ് മാർക്കറ്റ്സ് വരുമ്പം അവരെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ, അല്ലേ? ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും നമ്മൾ ചെല്ലുന്ന അവർക്കൊരു ഇതാണ്, ഭയങ്കര സന്തോഷമാണ്. നമ്മളിങ്ങനെ ഭയങ്കര കാര്യമായിട്ട് വിളിച്ച് നിർത്തി, അതും കുറെ പേര് അവിടെ ഉണ്ട്, അത് ഓരോരുത്തരെയും വിളിച്ചിട്ടാണ് അവർ ഈ എല്ലാവരുടെ അടുത്തും ഈ കഥ പറയുന്നത്. അപ്പൊ അത് അവരുടെ ഒരു പാഷനേറ്റ് ഫീലാണ് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത്. അത്രത്തോളം അവർ ഇഫേർട്സ് ഇടുന്നുണ്ട് ഈ ഓരോരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കി അത് എക്സിബിറ്റ് ചെയ്യുക, അത് അവിടെ സ്റ്റോൾ സെറ്റപ്പ് ചെയ്യുന്നത് തൊട്ടിട്ട് ഈ ക്ലോസിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഫുൾ ഡേ അവരതിങ്ങനെ നിന്ന് കഥ പറഞ്ഞ് എല്ലാവരെയും ഭയങ്കര എന്താ പറയുക നല്ലൊരു സെലിബ്രേറ്റിംഗ് വൈബായിരുന്നു, അല്ലേ? അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പം തീർന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ ഇത് വീട്ടിലെത്തില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. വീടെത്തുന്നതിന് മുന്നേ ഇതെല്ലാം തീർക്കാനാണ് തോന്നിയത്. സോ ജസ്റ്റ് പെട്ടെന്ന് ഞങ്ങൾ ഈ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇത് മെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ടീമിന്റെ എന്താ പറയാ ഒരു അവരുടെ മെയിൻ ബിസിനസ് ഈ ക്യാൻഡിലാണ്, അല്ലേ? ക്യാൻഡിൽസ് രണ്ടുപേരുടെ ബിസിനസ് ടൈപ്പ്, അല്ലേ? മെൽസിന്റെ ക്യാൻഡിലും പിന്നെ LA.studio.kuwait. അപ്പം ഇവരുടെ രണ്ട് ടീമിന്റെ ഈ ഒരു പാക്കേജിംഗ് ഒക്കെ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ? അപ്പൊ ഇതാണ് ആ ഒരു ഫ്രേഗ്രൻസ് തരുന്ന, ഇത് റാസ്ബെറിന്റെ സ്മെല്ലാണ്. അടുത്തുനിന്ന് കാണിക്കാൻ പറ്റും, കാണിക്കാൻ പറ്റും. അപ്പൊ ആ റാസ്ബെറി അത് നേരത്തെ വ്ളോഗിൽ കുറച്ച് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇതിന്റെ ആ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു, വാങ്ങിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ. ഇത് അവരുടെ ആ പേസ്ട്രിക്ക് വേണ്ടി തന്നിട്ടുള്ള സ്പൂണൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതാണ് പേസ്ട്രി അല്ല, സോറി, ഒരു കുക്കി വിത്ത് അവരുടെ ഇതെന്തായിരുന്നു, ഇറ്റ്സ് എ കേക്ക്. അതല്ല, ഈ ഒരു ക്രീമിന് അവരൊരു ഇത് പറഞ്ഞില്ലായിരുന്നോ? അവരൊരു പേര് പറഞ്ഞിരുന്നു കേട്ടോ, മേ ബി ആ വ്ളോഗിൽ കേൾക്കാൻ പറ്റുമായിരിക്കും. സോ ഇതാണ് ആ ഐറ്റം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ടെംപ്റ്റിംഗ്. ആക്ച്വലി സ്പീക്കിംഗ് ഇത് കണ്ടാലാണ് നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നിയത്, അല്ലേ? ഈ കാൻഡിൽസ് കാണുമ്പോഴാണ് കഴിക്കാൻ തോന്നുന്നത് കേട്ടോ. അത്രയും ടെംപ്റ്റിംഗ് ആണിന്ന് അവിടുത്തെ എല്ലാ സാധനങ്ങളും. അപ്പൊ ഇത് ആക്ച്വൽ കഴിക്കാനുള്ള സാധനമാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നത്. അപ്പൊ ഇതിപ്പോ തന്നെ തീർക്കും, ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ തോന്നില്ല. പിന്നെ സെക്കൻഡ് ഐറ്റം ഇത് റോ ആൻഡ് ഓക്ക് എന്ന് പറഞ്ഞ ടീമിന്റെ ഷുഗർ പീക്കാൻ നട്ട്സ്. ഞങ്ങൾ ഷുഗർ അല്ലാത്ത പീക്കാൻ നട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചു, ഒരു ഹെൽത്തി സൈഡ് നോക്കാന്ന് കരുതിയിട്ട്. പക്ഷെ അത് ഇല്ലായിരുന്നു, അവർ ഷുഗർ പീക്കാൻ നട്ട്സ് ആണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ട്രൈ ചെയ്ത ചീസ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, അല്ലേ? ചീസ് ബ്രെഡ് ആണ്. വെറും ആ ഒരു ബിസ്ക്കറ്റിന്റെ മുകളിൽ ആ ഒരു ചീസ് വെച്ച് കഴിയാൻ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അധികം ആഗ്രഹമുണ്ട്. രണ്ടുപേരുടെ ടമ്മിയൊക്കെ നല്ലോണം പുറത്തോട്ട് വന്നു തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കഴിയുന്നത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പക്ഷെ ഇത് ഞങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അത്രയും ടേസ്റ്റി ആയിരുന്നു. അപ്പം ഓക്കെ, ഇതാണ് അത് ഒരു പാക്കേജിങ് കേട്ടോ. ഇങ്ങനെ ഇതായിരുന്നു, കണ്ടോ? നല്ലൊരു ബോക്സിൽ അവരിങ്ങനെ നിറച്ചും പീക്കാൻ നട്ട്സ് തന്നിട്ടുണ്ട്. സോ ഇതൊക്കെ ഇപ്പം വീട്ടിലെത്തുമ്പോഴേക്കും കഴിയും. ഞങ്ങൾ അത്യാവശ്യം നല്ല ഫുഡീസ് ആണ്, ഡയറ്റൊക്കെ ആണെങ്കിലും, അല്ലേ? ഡയറ്റൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് എല്ലാ ഡയറ്റൊക്കെ പൊളിയാറുണ്ട്. അപ്പം ഇതൊക്കെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റില് ഇത് ക്യാൻസർ പേഷ്യൻസിന് ഉള്ളൊരു ചാരിറ്റി, അല്ലേ? അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞങ്ങള് എന്താണ് സന്ധ്യ മേനൻ, ഒരു ഇന്ത്യൻ ലേഡിയുടെ ബുക്ക് കണ്ടപ്പം എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. സോ ഐ തോട്ട് ഓഫ് ബൈയിങ് ദിസ്.
നമ്മളൊരു ബുക്കും മേടിച്ചു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ പെർച്ചേസ്. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുട്ടി വ്ളോഗ് ആയിരിക്കില്ല അല്ലെ, ദിസ് വിൽ ബി എ വലിയ വ്ളോഗ്. അപ്പൊ ഈ ഒരു വലിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു പ്രിയങ്ക പ്രജിത് വ്ളോഗ്സ്. ഒരു കാര്യം കൂടി, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരോടും ഞങ്ങൾക്ക് മിനി താങ്ക്സ് ഉണ്ട്. എപ്പോഴും വിട്ടുപോകുന്നൊരു കാര്യമാണ് അല്ലേ, നമ്മൾ എപ്പോഴും എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരോടും മെനി താങ്ക്സ്. സോ ദാറ്റ്സ് ഇറ്റ്. ഗുഡ് നൈറ്റ്.